ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു കണ്ടസ്റ്റന്റിന്റെ ലൈഫ് സ്റ്റോറി കേട്ടിട്ട് ചിരിക്കുന്ന ആദ്യത്തെ വ്യക്തി അത് ആര്യനായിരിക്കും. സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാകുമായിരിക്കും. ഒരുപക്ഷെ ആര്യൻ എന്ന വ്യക്തിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആര്യന് മറ്റുള്ളവരുടെ ഫീലിങ്സോ ഇമോഷനോ അതിനൊന്നും യാതൊരു വിലയും ഇല്ല. ഒരു വ്യക്തി കടന്നു വന്ന അവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പാസ്റ്റിൽ നടന്ന മോശമായ വേദനാജനകമായ സാഹചര്യങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ കണ്ണീരടക്കാതെ ആ വ്യക്തിക്ക് പറഞ്ഞ് മുഴുമിക്കാൻ പോലും സാധിക്കാതെ ഇരുന്ന് പറയുമ്പോൾ അത് കേട്ട് പൊട്ടിച്ചിരിക്കാനും അട്ടഹസിക്കാനും പുച്ഛഭാവത്തോടെ ഇരിക്കാനും ആര്യൻ എന്ന മത്സരാർത്ഥിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ആര്യൻ മനസാക്ഷി എന്നത് എന്താണ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എന്നത് എന്താണ്, മാനുഷിക പരിഗണന എന്നത് എന്താണ് എന്നൊന്നും അറിയില്ല എന്നുള്ളത് നമുക്ക് ഇന്നലെ തന്നെ 100% മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രേക്ഷകരെല്ലാവരും ഇന്നലെ ആ ഒരു സംഭവത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാകുമല്ലേ. കാരണം ഏഷ്യാനെറ്റ് ഇന്നലെ രാവിലെ ആ ഒരു പ്രൊമോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ശൈത്യയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശൈത്യ. അതിനിടയ്ക്ക് ഈ പറഞ്ഞ ആര്യൻ ഇരുന്ന് ചിരിക്കുന്നു. അതിനുശേഷം അഭിലാഷ് ഇതിനെ ചോദ്യം ചെയ്യുന്നു. പിന്നീട് ആര്യൻ അഭിലാഷ് നേരെ ചെരുപ്പെറിയുന്നു. ഈ സംഭവം എന്താണ്, അല്ലെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നോ, ആര്യൻ പുറത്താകുമോ എന്നുള്ളതൊക്കെ ഒരുപാട് പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ശൈത്യയുടെയും ഡോക്ടർ ബിന്നിയുടെയും ലൈവ് സ്റ്റോറി പറയുന്ന ടാസ്ക് ആയിരുന്നു. അപ്പോൾ ലൈഫ് സ്റ്റോറി പറയുന്ന ടാസ്കിൽ ഡോക്ടർ ബിന്നി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ശൈത്യ തൻ്റെ ജീവിതകഥ പറയുകയാണ്. ഒരുപക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ എന്ന വ്യക്തിക്ക് ഇതിനു മുൻപ് ഒരുപാട് കോൺട്രവേഴ്സികളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു നിമിഷം പോലും ഞാൻ എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ ഒരു വ്യക്തിയുടെ ബാക്കിയുള്ള ലൈഫ് എന്തായിരുന്നു എന്നുള്ളതൊന്നും, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്കങ്ങനെ തോന്നാൻ ഇടയായ ഒരു സാഹചര്യം. പക്ഷേ ശൈത്യ ഈ ഒരു ടാസ്ക് തുടങ്ങിയ സമയം മുതൽ ആ ഒരു ടാസ്ക് അവസാനിക്കുന്നിടം വരെ ആ ഒരു വ്യക്തി കണ്ണീരോടുകൂടിയാണ് തൻ്റെ ജീവിതകഥ മുഴുവൻ പറഞ്ഞു തീർത്തത്. താൻ കടന്നു വന്ന ആ ഒരു ജീവിത സാഹചര്യം, കല്ലും മുള്ളും നിറഞ്ഞ ദാരിദ്ര്യത്തിന്മേൽ പേറിക്കൊണ്ടുള്ള ആ ഒരു ജീവിതം പറഞ്ഞ് ഈ ലോകത്തോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശൈത്യ തൻ്റെ ജീവിതത്തിലെ എല്ലാ കഥകളും പറയുന്നു. ഈ ഒരു ടാസ്ക് അവസാനിച്ചതിന് ശേഷമാണ് അതിനിടയ്ക്ക് ഈ പറയുന്ന ആര്യൻ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ആര്യൻ ചെവി രണ്ടും പൊത്തുന്നു. അതിനുശേഷം ഇരുന്ന് ചിരിക്കുന്നു. ജിസേലിൻ്റെ അതായത് പുറകുവശത്തേക്ക് മുഖം അമർത്തിക്കൊണ്ട് ചിരിക്കുന്നു. എന്തൊക്കെയോ അവിടെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ജിസേലും അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ആര്യൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ശേഷം റെന ഫാത്തിമ ചിരിക്കുന്നു. റെന ഫാത്തിമ ചിരിച്ചിരുന്നു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആര്യൻ കാണിക്കുന്ന ഗോഷ്ടി കണ്ടിട്ടാണ് റെന ഫാത്തിമ ചിരിച്ചത് എന്നുള്ളത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ടാസ്ക് അവസാനിക്കാറായപ്പോൾ കലാഭവൻ സരിക ആര്യൻ ചിരിക്കുന്നത് കാണുകയും ഇവൻ എന്താണ് ഈ കാട്ടുന്നത് എന്ന് മനസ്സിലാവാത്ത മട്ടിലുള്ള ആ ഒരു ചിരി, അങ്ങനെ ഒരു ചിരിയോടുകൂടി ആര്യന് ഏറ്റവും പുറകുവശത്തേക്ക് മാറിയിരിക്കാനായിട്ട് കിടക്കാനായിട്ട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ടാസ്ക് അവസാനിക്കുന്നതോടുകൂടി ആദ്യം തന്നെ ഈ ഒരു വിഷയം ചോദ്യം ചെയ്യുന്നത് അഭിലാഷാണ്. അഭിലാഷിന് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം, ഹ്യൂമാനിറ്റി എന്നത് ആ മനുഷ്യൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ ഒരുപക്ഷെ അഭിലാഷ് ആദ്യം തന്നെ ചോദ്യം ചെയ്തത്. ആദ്യം തന്നെ വന്നിട്ട് ഒരു വ്യക്തിയുടെ മോശം കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കണ്ണീരോടുകൂടി അവരുടെ ജീവിതകഥ പറയുന്ന സമയത്ത് എങ്ങനെയാണ് ചിരിക്കാൻ തോന്നുന്നത്, ഇവിടെ വല്ല കോമഡിയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യനല്ല അഭിലാഷ് തുടങ്ങുകയാണ്. അപ്പോൾ ആര്യൻ അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ ചിരിച്ചിട്ടില്ല, എനിക്ക് അത്രയധികം പെയിൻ ഉള്ളത് കൊണ്ട് ആ മിക്സഡ് ഇമോഷൻ വന്നതാണ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ആര്യൻ പറയുന്നുണ്ട്. അതിനുശേഷം റെന ഫാത്തിമയും ഒനിയൽ സാബുവും തമ്മിൽ നല്ലൊരു വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട്. ഒനിയൽ സാബുവും റെന ഫാത്തിമയും പറഞ്ഞത് ഏകദേശ ഭാഗം മുഴുവൻ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്താണ് കേൾപ്പിച്ചത്. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ബിഗ് ബോസ് എന്നുള്ളത് ഒരു ഗെയിം ഷോയാണ്, റിയാലിറ്റി ഷോയാണ്. പ്രായഭേദമന്യേ ഒരുപാട് ഓഡിയൻസ് കാണുന്ന ഒരു ഷോയാണ്. ലോക മലയാളികൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഏജ് ലിമിറ്റ് ഇല്ലാതെ ചെറിയ കുട്ടികൾ മുതൽ ഒരുപാട് ഏജ്ഡായ വ്യക്തികൾ വരെ കാണുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇത്രയധികം മോശമായ, അല്ലെങ്കിൽ തെറി എന്നുള്ള മട്ടിലുള്ള വാക്കുകൾ പോലും അവരവിടെ ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്രയധികം ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ അവരുടെ സംസ്കാരം തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരത്രയധികം അസഭ്യവർഷമായിരുന്നു, പരസ്പരം വാക്പോരായിരുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല, വിട്ടുതരില്ല എന്നുള്ള മട്ടിലായിരുന്നു റണ ഫാത്തിമയും ഒനിയൽ സാബു. നീ ആദ്യം വലുതാവ് കീടമേ എന്നുള്ളതൊക്കെ റണ ഫാത്തിമയോട് പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വിഷയം നടന്നതിന് ശേഷം ആര്യൻ തന്നെ സമ്മതിക്കുകയാണ്, താൻ ചിരിച്ചിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. ആര്യൻ അഭിലാഷിന് നേരെ ചെരുപ്പ് എറിയുന്നുണ്ട്. ഈ അഭിലാഷ് ആര്യനോ, അതായത് ആദ്യം തന്നെ ഈ ഒരു കാര്യം ചോദിക്കുകയാണ്, എന്താ ഇത്ര ചിരിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അഭിലാഷിന് നേരെ ചെരുപ്പ് എറിയുന്നു. പക്ഷേ അത് അഭിലാഷിന് മേലെ തട്ടിയിട്ടില്ല, മറ്റൊരു സൈഡിലേക്ക് പോവുകയും ചെയ്തു. ഒരുപക്ഷെ അഭിലാഷിന് മേലെ തട്ടിയതാണ് എന്നുണ്ടെങ്കിൽ ആര്യൻ എന്ന ഒരു വ്യക്തിയുടെ ടാസ്കും ഗെയിമൊക്കെ അതോടെ അവിടെ തീരുന്നതായിരിക്കാം. ആര്യൻ എന്താണ്, അല്ലെങ്കിൽ ആര്യൻ്റെ റിയൽ ഫേസ് എന്താണ് എന്നുള്ള ഒരുപക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ആര്യൻ്റെ ജാതിക്കാടായിക്കോട്ടെ അത് ഒരു ഫേസ്, ഇതിപ്പോൾ മറ്റൊരു ഫേസ് തന്നെയാണ്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തീർച്ചയായും ഈ ഒരു കാര്യം ചോദിക്കണം. കാരണം ഒരു വ്യക്തിയുടെ ലൈഫിലെ തിക്താനുഭവങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പം എഴുത്തുകാരൻ ബെന്യാമിൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതമെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. ഒരുപക്ഷെ ആര്യൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൂടെ ഒന്നും കടന്നു വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ജിസേൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് കരുതി മറ്റുള്ളവരുടെ ജീവിതമെല്ലാം കെട്ടുകഥയാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അവരനുഭവിച്ചത് അവരവർക്ക് മാത്രമേ അത് എത്രത്തോളമാണ് ആ ഒരു ഡെപ്ത് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ആര്യനെ ഫേവർ ചെയ്തുകൊണ്ട് ജിസേൽ സംസാരിക്കുന്നുണ്ട്. ആര്യൻ അവിടെ നിന്ന് കരയുകയായിരുന്നു, ചിരിക്കുകയല്ല എന്നുള്ളതൊക്കെ. ആര്യൻ അവിടെ കരഞ്ഞതാണോ ചിരിച്ചതാണോ എന്നുള്ളത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. എന്നാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തീർച്ചയായും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ ചോദിക്കണം.